നമസ്കാരം. ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ, പാല. ഇന്ന് 2024 മാർച്ച് 25 തിങ്കളാഴ്ച. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ സാംശീകരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും. ഇൻ്റഗ്രേറ്റഡ് സയൻസ് പഠനം 80,000 രൂപ പ്രതിവർഷ സ്കോളർഷിപ്പോടെ. ഇന്നത്തെ മാതൃഭൂമി പത്രം പരിശോധിക്കുമ്പോൾ എൻ്റെ വിദ്യാഭ്യാസം പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്ന വാർത്തയാണ് ഇൻ്റഗ്രേറ്റഡ് സയൻസ് പഠനം 80,000 രൂപ പ്രതിവർഷ സ്കോളർഷിപ്പോടെ. +2 സയൻസ് സ്ട്രീമിൽ വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. അവസരം നെസ്റ്റ് വഴി. +2 കഴിഞ്ഞ് അടിസ്ഥാന ശാസ്ത്ര വിഷയങ്ങൾ സ്കോളർഷിപ്പോടെ പഠിക്കാൻ നാഷണൽ എൻട്രൻസ് സ്ക്രീനിംഗ് ടെസ്റ്റ് അതായത് നെസ്റ്റ് അവസരമൊരുക്കുന്നു. ബയോളജിക്കൽ, കെമിക്കൽ, മാത്തമാറ്റിക്കൽ, ഫിസിക്കൽ സയൻസ് എന്നിവയിൽ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം പഠിക്കാൻ റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പഠന ശൃംഖലയാണ് ഇന്നിവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ അറ്റോമിക് എനർജി വകുപ്പിൻ്റെ 60,000 രൂപ സ്കോളർഷിപ്പിന് അർഹത നേടുന്ന ഈ പ്രോഗ്രാമിൽ കോഴ്സ് പൂർത്തിയാക്കുന്ന നിശ്ചിത കട്ട് ഓഫ് മാർക്ക് നേടി മികവ് തെളിയിക്കുന്നവർക്ക് ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ബാർക്കിൽ ട്രെയിനിങ് സ്കൂൾ പ്രവേശനത്തിന് നേരിട്ട് അഭിമുഖത്തിന് ഹാജരാകാൻ അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് www.cbs.ac.in അഥവാ www.nicer.ac.in എന്നിങ്ങനെയുള്ള വെബ്സൈറ്റുകൾ സന്ദർശിക്കാം. സയൻസ് സ്ട്രീമിൽ +1, +2 പഠിച്ച് മൊത്തത്തിൽ 60% മാർക്ക് വാങ്ങിയ 2022 2023 അല്ലെങ്കിൽ ഈ വർഷം +2 കംപ്ലീറ്റ് ചെയ്തവർക്കോ ഈ പ്രോഗ്രാമിന് അപേക്ഷിക്കാവുന്നതാണ്. നെസ്റ്റ് 2024 അഭിമുഖീകരിക്കുന്നതിന് അതുവഴിയുള്ള പ്രവേശനത്തിനോ പ്രായപരിധി ഇല്ല. ഇനി നെക്സ്റ്റ് പരീക്ഷാ ഘടനയെപ്പറ്റി വിശദമാക്കിയിരിക്കുകയാണ്. ഓൺലൈൻ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ ജൂൺ 30 2 സെഷനുകളായിട്ടാണ് പരീക്ഷ നടത്തുന്നത്. അനുവദിച്ചു നൽകുന്ന ഒരു സെഷനിൽ പരീക്ഷ അഭിമുഖീകരിക്കുമ്പോൾ പരീക്ഷയ്ക്ക് ബയോളജി, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഫിസിക്സ് എന്നീ വിഷയങ്ങളിൽ ഓരോന്നിനും 3 മാർക്ക് വീതമുള്ള 20 വീതം ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഉത്തരം തെറ്റിയാൽ 1 മാർക്ക് വീതം നഷ്ടപ്പെടും. ഒരു വിഷയത്തിലെ പരമാവധി മാർക്ക് 60 ആണ്. പരീക്ഷയിൽ കൂടുതൽ മാർക്ക് നേടുന്ന 3 വിഷയങ്ങളുടെ സ്കോർ പരിഗണിച്ച് പ്രോസ്പെക്ടസ് വ്യവസ്ഥകൾ പ്രകാരം റാങ്ക് പട്ടിക തയ്യാറാക്കും. മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ ലഭ്യമാകുന്നതിന് വേണ്ടി www.nestexams.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ ഇൻഫർമേഷൻ, ബ്രോഷർ, സിലബസ് തുടങ്ങിയവ അറിയുന്നതിന് വേണ്ടി വെബ്സൈറ്റ് പരിശോധിക്കുക. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. ഇനി ഇന്നത്തെ മാധ്യമം പത്രം പരിശോധിക്കുമ്പോൾ ജാലകം പേജിൽ വിദ്യാഭ്യാസ വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ മാരിടൈം സർവകലാശാല പൊതുപ്രവേശന പരീക്ഷ ജൂൺ 8. ഇന്ത്യൻ മാരിടൈം സർവകലാശാല ക്യാമ്പസുകളിലും അഫിലിയേറ്റഡ് സ്ഥാപനങ്ങളിലും മറ്റും 2024-25 വർഷം നടത്തുന്ന വിവിധ പ്രോഗ്രാമുകളിലേക്കുള്ള പൊതുപ്രവേശന പരീക്ഷ IMU CET ജൂൺ 8 ദേശീയ തലത്തിൽ നടത്തും. വിശദ വിവരങ്ങൾക്ക് www.imu.edu.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ബിടെക്, മറൈൻ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ വിവിധങ്ങളായ മറൈൻ പ്രോഗ്രാമുകൾ ഏതാണ്ട് 9 വിവിധ തരം കോഴ്സുകളാണ് ഈ സ്ഥാപനം നടത്തുന്നത്. BBA ഒഴികെ എല്ലാ കോഴ്സുകൾക്കും ഓൺലൈനായി മെയ് 5 വരെ രജിസ്റ്റർ ചെയ്യാം. ഇതിനുള്ള നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിലുണ്ട്. കോഴ്സുകൾ ആഗസ്റ്റിലാണ് ആരംഭിക്കുന്നത്. മറ്റൊരു വാർത്ത, ഇഗ്രുവയിൽ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ്. ഈ 2 വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റു പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. വിജ്ഞാപനം igruva.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന് കീഴിലെ സ്വയംഭരണ സ്ഥാപനമായ ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാദമി
2024 ജൂലൈയിൽ ആരംഭിക്കുന്ന എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് കോഴ്സിന് ഓൺലൈനായി മെയ് 9 വരെ അപേക്ഷിക്കാം. പ്രവേശന പരീക്ഷ ജൂൺ 3 നടത്തും. കൂടുതൽ വിവരങ്ങൾ അറിയാൻ igruva.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷാ ഫീസ് 2000 രൂപ. 3 വർഷത്തെ കോഴ്സാണിത്. ആകെ 30 സീറ്റുകളുണ്ട്. പ്രവേശന യോഗ്യത: മാത്തമാറ്റിക്സ്, ഫിസിക്സ് വിഷയങ്ങൾക്ക് 50% കുറയാത്ത +2 ബോർഡ് പരീക്ഷ വിജയിച്ചിരിക്കണം. ഓൺലൈൻ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുടെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും അപ്ഡേറ്റുകൾക്കും വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി igruva.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.